ഇന്നത്തെ റീഡിംഗ് ദ ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് പ്രപഞ്ചം എന്ത് ഉത്തരമാണ് നൽകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്പനേരം ശാന്തമായിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ദീർഘശ്വാസം ഡീപ്പായിട്ട് ശ്വസിക്കുക. ഒരു 3 പ്രാവശ്യം ഇതുപോലെ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വലിച്ച് വിട്ട് മനസ്സ് ശാന്തമായിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് പ്രപഞ്ചശക്തി എന്തുത്തരമാണ് നൽകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആസ്ക് യുവർ മദർ എന്നാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ദൈവികമായ ഡിവൈൻ ഫെമിനിൻ, അതായത് ഏത് ദേവിയെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മദർ മേരി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്? ഒരു കൺഫ്യൂഷനിലാണ്, എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. അവരുടെ അനുഭവ ജ്ഞാനത്തിൽ നിന്ന് അവർ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരും എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം. ഉത്തരം തന്നിരിക്കുന്നത് സ്പീക്ക് അപ്പ് അബൌട്ട് ഇറ്റ്. അതാണ്, തുറന്ന് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം, എന്തുകൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അതിനെ പറ്റിയിട്ട് തുറന്ന് പറയുക. നമ്മുടെ മനസ്സിൽ ഉള്ളിൽ മൂടി വെച്ച് അതങ്ങനെ മൂടിക്കെട്ടി കിടന്ന് മനസ്സിൽ കിടന്ന് അതങ്ങനെ വല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉത്കണ്ഠയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. നേരത്തെ പറഞ്ഞില്ല, ആസ്ക് യുവർ മദർ. നിങ്ങൾക്ക് ഇതുപോലെ മുതിർന്ന സ്ത്രീകൾ, നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഒരു പക്ഷേ ഇത് അങ്ങനെയുള്ളവർക്ക്, ഒരു മാതൃസ്ഥാനത്തുള്ളവർക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം. അടുത്തൊരു ചോദ്യത്തിനും കൂടി എന്താണ് പ്രപഞ്ചം മറുപടി തരുന്നതെന്ന് നോക്കാം. നോ മാറ്റർ വാട്ട്, എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ഉൾവിളി അനുസരിച്ച് പ്രവർത്തിക്കാനാണ് പ്രപഞ്ചശക്തി. ധൈര്യത്തോട് കൂടിയിരിക്കുക, ആത്മവിശ്വാസത്തോട് കൂടിയിരിക്കുക, മുന്നോട്ട് പോവുക. പ്രപഞ്ചശക്തിയുടെ ആ ഒരു നിർദ്ദേശം കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. വെല്ലുവിളികൾ നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് അതിജീവിക്കാൻ പ്രപഞ്ചശക്തി നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നല്ല കാര്യങ്ങളാണെങ്കിൽ, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങളാണെങ്കിൽ തികച്ചും പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ ഒരു ഘട്ടം കടന്നു പോകുന്നതിലൂടെ നിങ്ങൾ വളരെയധികം ഒരു സ്ട്രോങ് ആവുകയും ചെയ്യും.